ഹലോ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. നമ്മൾ പാരന്റ്ഹുഡ് പ്ലാൻ ചെയ്യുമ്പോൾ ഫിനാൻഷ്യലി സ്റ്റേബിൾ ആവുക എന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. ഒരു ഹെൽത്ത് ഇൻഷുറൻസ് വിത്ത് മെറ്റേണിറ്റി ബെനിഫിറ്റ്സ് എടുക്കുക വളരെ യൂസ്ഫുൾ ആയിരിക്കും. നമ്മൾ പ്രഗ്നന്റ് ആയ സമയത്ത് നമ്മൾ ഒരുപാട് ഫ്രണ്ട്സ് വിളിച്ച് നമ്മളോട് ചോദിച്ചൊരു കാര്യമാണ് നമ്മൾ ഡെലിവറി കോസ്റ്റ് എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യാൻ പോകുന്നതെന്ന്. ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുമ്പോൾ പോളിസി ഡോക്യുമെന്റ് കൃത്യമായി വായിച്ചു നോക്കണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡെലിവറി കോസ്റ്റിന് ഒരു അപ്പർ ലിമിറ്റ് ഉണ്ടാവും. അത് സിസേറിയനും നോർമൽ ഡെലിവറിക്കും ഡിഫറെന്റ് ആണ്. ഫോർ എക്സാമ്പിൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ സിസേറിയൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു 75,000 ആണ് അപ്പർ ക്യാമ്പ് എന്ന് വിചാരിച്ചോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 75,000 അബവ് നമ്മളുടെ ഹോസ്പിറ്റൽ ബിൽ ആയി കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ള എമൗണ്ട് 75,000 കഴിഞ്ഞിട്ടുള്ള എമൗണ്ട് നമ്മളുടെ കയ്യിൽ നിന്ന് തന്നെ പേ ചെയ്യേണ്ടി വരും. ഇൻഷുറൻസ് ഇല്ലാത്തവർക്കും ഇപ്പൊ പ്രഗ്നന്റ് ആവുന്ന സമയത്ത് എടുക്കാൻ പറ്റുന്ന പോളിസീസ് അവൈലബിൾ ആണ്. അതിന് വെയിറ്റിംഗ് പീരീഡ് ഇല്ലാത്തതും ഉണ്ട്. എന്നാൽ കോർപ്പറേറ്റ് ഇൻഷുറൻസ് ആണെന്നുണ്ടെങ്കിൽ മിക്ക കേസുകളിലും അത് നമ്മൾക്ക് എന്നാണ് നമ്മളുടെ ഇൻഷുറൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത് അന്ന് തൊട്ട് നമുക്ക് മെറ്റേണിറ്റി ബെനിഫിറ്റ്സും എഫക്റ്റീവ് ആയിരിക്കും. എന്നാൽ ചില ഇൻഷുറൻസ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് എടുക്കുന്ന ചില ഇൻഷുറൻസുകളിൽ ചിലപ്പം വെയിറ്റിംഗ് പീരീഡ് ഉണ്ടാവും. കാരണം അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 1 ഇയർ അല്ലെങ്കിൽ 2 ഇയർ വെയിറ്റിംഗ് പീരീഡ് ഉണ്ടാവും. അപ്പോൾ പോളിസി ഡോക്യുമെന്റ് നമ്മൾ തറവായിട്ട് വായിക്കുക എന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ചിലപ്പോൾ ഒരു പോളിസിയിൽ നമ്മുടെ ബില്ല് കവർ ആവണമെന്നില്ല. ഇത് നമ്മൾ ചൂസ് ചെയ്യുന്ന ഹോസ്പിറ്റലിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഞങ്ങളുടെ കേസിൽ ഞങ്ങൾക്ക് 2 പേർക്കും കോർപ്പറേറ്റ് ഇൻഷുറൻസ് ഉണ്ടായിരുന്നു. അതായത് ഹസ്ബൻഡിനും വൈഫിനും കോർപ്പറേറ്റ് ഇൻഷുറൻസ് ഉണ്ടായിരുന്നു. അപ്പൊ നമ്മളുടെ ഒരാൾക്ക് 75,000 ആയിരുന്നു ക്യാപ്പും മറ്റേ ഇതില് 50,000 ആയിരുന്നു ക്യാപ്. സോ ഇൻ ഇഫക്റ്റീവ് നമുക്ക് 1,25,000 ആയിരുന്നു ടോട്ടൽ മെറ്റേണിറ്റി ബെനിഫിറ്റ്സിന് വേണ്ടിയിട്ടുള്ള ക്ലെയിം എമൗണ്ട് നമുക്ക് ക്യാപ്പായിട്ട് ഉണ്ടായിരുന്നത്. ഞങ്ങൾക്കൊരു സി സെക്ഷൻ ആയിരുന്നു. ഞങ്ങൾക്ക് ഏകദേശം ഒരു 1 lakh to 1,20,000 അകത്താണ് ഇടയിലാണ് നമ്മൾക്ക് ക്യാഷ് ആയത്, നമ്മുടെ ബില്ലായത്. അപ്പോ ഞങ്ങൾക്ക് ഞങ്ങളുടെ കയ്യിൽ നിന്ന് ടോട്ടൽ ആയിട്ട് ഒരു 6,000 7,000 ആ റേഞ്ചിൽ നമുക്ക് നമ്മുടെ കയ്യിൽ നിന്ന് ചെലവായിട്ടുള്ളൂ. ബാക്കി ഫുൾ എമൗണ്ട് നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റി. ഇതെങ്ങനെ ക്ലെയിം ചെയ്തതെന്ന് വെച്ചാൽ നമ്മൾക്ക് ഏതാണോ ലിമിറ്റ് കൂടുതലുണ്ടായിരുന്നത്, അപ്പൊ നമ്മൾ പറഞ്ഞ പോലെ 75,000 ആ ഇൻഷുറൻസ് പോളിസിയാണ് നമ്മൾ പ്രൈമറി പോളിസി ആയിട്ട് ചൂസ് ചെയ്തത്. അപ്പൊ പ്രൈമറി പോളിസി ആയിട്ട് ചൂസ് ചെയ്യുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ അത് ക്യാഷ്ലെസ് ആയിട്ട് പോയിക്കോളും. അപ്പൊ നമ്മൾ ഒന്നും അറിയണ്ട. അപ്പം ഹോസ്പിറ്റലിലെ എല്ലാ കാര്യങ്ങളും ക്യാഷ്ലെസ് ആയിട്ട് ആ 75,000 റുപ്പീസ് നമുക്ക് പോയിക്കോളും. നമ്മളൊന്നും അറിയേണ്ട കാര്യമില്ല. പിന്നെ ബാക്കി വരുന്ന എമൗണ്ട് എന്താ ചെയ്തതെന്ന് വെച്ചാൽ ബാക്കി വരുന്ന എമൗണ്ട് നമ്മുടെ സെക്കൻഡ് പോളിസിയിൽ നമുക്ക് റീഇംബേഴ്സ് ചെയ്തെടുക്കാനാണ് പറ്റുന്നത്. അപ്പൊ നമ്മൾ ബാക്കിയുള്ള എമൗണ്ട് അവിടെ അടച്ചിട്ട് ഹോസ്പിറ്റലിൽ അടച്ചിട്ട് നമ്മൾ റീഇംബേഴ്സ്മെന്റിനുള്ള ഡോക്യുമെന്റ്സ് എല്ലാം ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ കളക്ട് ചെയ്യാം. ഹോസ്പിറ്റൽസ് എല്ലാ പോളിസി ഡോക്യുമെന്റ്സും നമ്മൾക്ക് റിക്വയർഡ് ആയിട്ടുള്ള എല്ലാ റീഇംബേഴ്സ്മെന്റ് ഡോക്യുമെന്റ്സും നമുക്ക് ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ കിട്ടുന്നതാണ്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താന്ന് വെച്ചാൽ കുഞ്ഞു ജനിച്ചു കഴിഞ്ഞാൽ ഒരു 24 hours തന്നെ നമ്മൾ കുഞ്ഞിനെ പോളിസി ഡോക്യുമെന്റിൽ ആഡ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം എന്താന്ന് വെച്ചാൽ കുഞ്ഞ് ജനിക്കുമ്പോൾ തൊട്ടുള്ള കുഞ്ഞിന്റെ പേരിലുള്ള ബിൽ നമ്മൾ കുഞ്ഞിന്റെ പേരിൽ തന്നെ ക്ലെയിം ചെയ്യണം. അപ്പോൾ നമ്മൾക്ക് കുഞ്ഞിനെ ആഡ് ചെയ്ത് അപ്രൂവ് ആയി കിട്ടി കഴിഞ്ഞാലേ നമുക്ക് ഈ ഒരു ബില്ല് ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളത് നമ്മളുടെ കയ്യിൽ നിന്ന് തന്നെ കൊടുക്കേണ്ടി വരും. അപ്പം ഇതും ഒരു ഇമ്പോർട്ടന്റ് കാര്യമാണ്. നിങ്ങൾക്ക് മെറ്റേണിറ്റി ഇൻഷുറൻസിനെ പറ്റിയിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്തോളൂ. ഞങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണെങ്കിൽ ഞങ്ങൾ തിരിച്ച് റെസ്പോണ്ട് ചെയ്യാം. അപ്പോൾ ശരി, താങ്ക് യു.